ഹലോ മക്കളെ, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ നമ്മൾ ഒരുപാട് അപ്ഡേറ്റുകൾ, LBSന്റെ അപ്ഡേറ്റ്, ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ്, ബാക്കി എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് ഈ വർഷം തന്നെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ ഒന്ന് കാണുക. നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാകും, ഒരുപാട് പേരുടെ അഡ്വൈസുകൾ കേട്ടിട്ടുണ്ടാകും. +2 റിസൾട്ട് വന്നതിന് ശേഷം ഇങ്ങോട്ട് പല ഈ പറയുന്ന ഏജൻസികൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകും. സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾ പഠിക്കണം എന്ന ആഗ്രഹം, ഇപ്പോൾ BSc നഴ്സിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ BPT, BOT ഇതുപോലുള്ള നിരവധി കോഴ്സുകൾ, അല്ലെങ്കിൽ ആയുർവേദ, മെഡിസിൻ റിലേറ്റഡ് നിരവധി കോഴ്സുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇയർ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ചിലർ കേരളത്തിനകത്ത് തന്നെ പഠിക്കണം എന്ന ആശയയിൽ നിൽക്കുന്നവരായിരിക്കും, നല്ലൊരു ഗവൺമെൻറ് സ്വപ്നം കാണുന്നവരുണ്ടാകും. അതല്ല, കേരളത്തിന് പുറത്തായാലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിലർ അഫോർഡബിൾ ആയിട്ട് തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ മറ്റു കോളേജുകളെ പോലെ അല്ല, മെഡിക്കൽ റിലേറ്റഡ് ഒരു കോഴ്സ്, ഫോർ എക്സാമ്പിൾ BSc നഴ്സിംഗ് ഒരു കോളേജ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ പല രീതിയിലുള്ള അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കണം, സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കണം, ഓൺ ഹോസ്പിറ്റലാണോ അങ്ങനെ നോക്കണം, അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ക്യാമ്പസ് വൈസ് സെറ്റപ്പ്, ഹോസ്റ്റൽ സെറ്റപ്പ്. കാരണം ഇതൊന്നും നോക്കാതെ എടുത്ത് പണി കിട്ടിയ നിങ്ങളുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കുട്ടികളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ, കേരളത്തിനകത്ത് ഇനി ഈ പറയുന്ന LBSന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റുകൾ വന്ന് അതിനുശേഷം അഡ്മിഷൻ എടുത്ത്, അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി വൈകിയിട്ടുണ്ട്, അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പോൾ നല്ല കാര്യം, വെയിറ്റ് ചെയ്യുന്നത് നല്ല കാര്യം. പക്ഷെ ഒരു പ്രോപ്പർ ബാക്കപ്പ് ഇല്ലാതെ വെയിറ്റ് ചെയ്താൽ പണി കിട്ടും. അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, കേരളത്തിനകത്ത് എത്ര BSc നഴ്സിംഗ് അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ സീറ്റുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന ഇൻഡെക്സ് മാർക്കും ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് മുമ്പ് അത് വെച്ച് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊരു സെൽഫ് അനാലിസിസ് നടത്തി അവസാനം കിട്ടാതാകുമ്പോൾ ഒരു സീറ്റിന് വേണ്ടി നമ്മൾ പാഞ്ഞു കഴിഞ്ഞാൽ നല്ല കോളേജുകളിലൊന്നും കിട്ടില്ല. എവിടെയൊക്കെ സീറ്റ് അവൈലബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ സീറ്റ് ഫില്ലാകാതെ ഉണ്ടോ അവിടെ മാത്രം നമുക്ക് പോയി ചെന്ന് തല വെച്ച് കൊടുക്കേണ്ട അല്ലെങ്കിൽ ചെന്ന് ചേരേണ്ട അവസ്ഥ വരും. അത് വരാതിരിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ബാക്കപ്പ് ഓപ്ഷനുകൾ കൂടി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്ന ചാൻസ് കുറവാണ് അല്ലെങ്കിൽ ഡൗട്ടാണ് എന്നുള്ളവർക്ക് കേരളത്തിന് പുറത്ത് മാംഗ്ലൂർ, അതായത് LBS വഴി കിട്ടുമെന്നും ഡൗട്ടുള്ളവർക്ക് കേരളത്തിന് പുറത്ത് മംഗലാപുരം ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, അതുപോലെ തന്നെ കോയമ്പത്തൂർ ഉണ്ട്. അതുമല്ലെങ്കിൽ മെഡിക്കലിന് ചെന്നൈ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന സിറ്റികളിൽ, നഗരങ്ങളിൽ ടോപ്പ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ സ്റ്റിൽ എന്താണ് സീറ്റുകൾ അവൈലബിൾ ആണ്. BSc നഴ്സിംഗിനായിക്കോട്ടെ, BPTക്ക് ആയിക്കോട്ടെ, BOT ലെവൽ കോഴ്സുകൾക്ക്, മറ്റ് മെഡിക്കൽ റിലേറ്റഡ് നിങ്ങൾ ഏത് കോഴ്സ് നോക്കിയാലും, ഇപ്പോൾ റേഡിയോളജി പോലുള്ള കോഴ്സുകളാണെങ്കിൽ, ഒപ്റ്റോമെട്രി ആണെങ്കിൽ പോലും എന്താണ് പലയിടത്തും സീറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് പോയി ഒരു കോളേജ് ചേരണം ഒന്നും അല്ല പറയുന്നത്. കൃത്യമായിട്ട് ഈ ഒരു ടൈമിൽ ഇതെന്തായാലും ലേറ്റ് ആകും എന്ന് നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് പോയി ക്യാമ്പസ് വിസിറ്റ് ചെയ്ത് അവിടുത്തെ അഫോർഡബിലിറ്റി നോക്കി, അവിടുത്തെ സ്കോളർഷിപ്പ് അവൈലബിലിറ്റി നോക്കി എല്ലാം ഓക്കെ ആണ് എങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. അത് കൂട്ടായ ഒരു തീരുമാനമാണ്. നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം ജോയിൻ ചെയ്യാൻ. പക്ഷേ ടോപ്പായിട്ടുള്ള കോളേജുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എവിടേക്കാണ് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അഡ്മിഷന് താല്പര്യമുണ്ട് എങ്കിൽ ക്യാമ്പസ് വിസിറ്റ് ഉൾപ്പെടെയുള്ള അഡ്മിഷൻ സപ്പോർട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സെൽഫ് സ്റ്റഡി ചെയ്യുക. ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ, ഗൂഗിൾ, ChatGPT. രണ്ടാമത്തത്, വെയിറ്റ് ചെയ്തിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇൻ കേസ് കിട്ടിയില്ല എന്നാണെങ്കിൽ അവസാന സമയത്ത് വെള്ളം കുടിക്കാനാകാതെ ഇപ്പോൾ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് മറ്റ് കോളേജുകളെ കുറിച്ച് അറിയുക, ക്യാമ്പസ് വിസിറ്റ് ചെയ്യുക. ഇൻ കേസ് ഓക്കെ ആണെങ്കിൽ അഡ്മിഷൻ പ്രൊസീഡ് ചെയ്യാൻ നോക്കുക. കാരണം കോസ്റ്റ് വൈസ് ഇതിനേക്കാളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കോളേജുകൾ കേരളത്തിന് പുറത്ത് തന്നെ, പ്രത്യേകിച്ച് മംഗലാപുരം, ബാംഗ്ലൂർ ബെൽറ്റിൽ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബാക്കി നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് കൂടി ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് മെസ്സേജ് അയക്കുന്നവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ റിലേറ്റഡ് കോഴ്സും നിങ്ങളുടെ ബഡ്ജറ്റും ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഏത് ലൊക്കേഷൻ, ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ അങ്ങനെ ബാംഗ്ലൂർ, അപ്പോൾ എവിടെയാണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നത് എങ്കിൽ അതിനനുസരിച്ചുള്ള കോളേജ് ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്ത് തരാം. പിന്നീട് അങ്ങോട്ട് കംപ്ലീറ്റ് അഡ്മിഷൻ സപ്പോർട്ടും അവൈലബിൾ ആയിരിക്കും. സോ വളരെ ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അഡ്മിഷൻസ് സെറ്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു.